ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെസിപ്പി പൊക്കവടയും അതിന് പറ്റിയ ഒരു ചട്നിയുമാണ്. പൊക്കവട ഉണ്ടാക്കാൻ 1.5 കപ്പ് മൈദ എടുക്കുക, 1.5 കപ്പ് കടലമാവ് എടുക്കുക, 1 കപ്പ് അരിപ്പൊടി എടുക്കുക. ഈ അളവ് ഫോളോ ചെയ്യുമ്പോഴാണ് പൊക്കവട നന്നായി വരാറുള്ളത്. പുറമേ ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമായിരിക്കും. പൊടികൾ മിക്സ് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കുക. പൊടിയിലേക്ക് ആവശ്യമായ വെള്ളം അല്പാൽപമായി ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 4 സവാള അരിഞ്ഞെടുക്കുക. കട്ടിംഗ് എളുപ്പമാക്കാൻ ഫുഡ് പ്രോസസ്സർ ഉപയോഗിക്കുന്നു. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും എടുക്കുക. അരിഞ്ഞു വെച്ചതെല്ലാം മാവിലേക്ക് പകർത്തി മിക്സാക്കുക. മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് പൊക്കവടയുടെ കൂടെ കഴിക്കുന്നതിനുള്ള ഒരു ചട്നി തയ്യാറാക്കാം. അതിനായി ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ എടുക്കുക. ഇതെല്ലാം മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഈ ചട്നിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഈ ചട്നി നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനി നമുക്ക് പൊക്കവട ഉണ്ടാക്കി തുടങ്ങാം. സ്പൂണ് കൊണ്ട് മാവ് കോരി ഒഴിച്ചിട്ടാണ് പൊക്കവട ഉണ്ടാക്കിയത്. മാവ് കോരി ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിടുക. ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. പുറമേ ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമായ പൊക്കവട നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഈവനിങ് സ്നാക്കായി ഇടയ്ക്ക് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങളെല്ലാവരും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കും അതൊരു പ്രോത്സാഹനമാകും. ഓക്കെ, ബൈ.